പോലീസ് ഇടപെടലുണ്ടായി. അവിടെ വന്നതാരാ? അവിടെ വന്നത് സീതാരായണീയരായിട്ടുള്ള ആളുകളല്ല. അവിടെ വന്നത് അബ്ദുല്ലാ ചർവദിയുടെ നേതൃത്വത്തിലുള്ള PDP വളണ്ടിയർമാരാണ്. ഇന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പോ അതിനു ശേഷമോ ശിവഗിരിയുടെ പവിത്രമായ പടത്തിൽ വരാത്തവരാണ് അന്ന് അവിടെ വന്ന് അക്രമം ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പം സച്ചിദാനന്ദ സ്വാമിയെ പിന്തുണയ്ക്കാനാണ് അവർ വന്നത്. അവിടെ വന്ന് അക്രമം നടത്തിയപ്പോൾ വന്യവയോധികനായ അന്നത്തെ ഈ പ്രകാശാനന്ദ സ്വാമി അദ്ദേഹത്തിന് അവിടെ ചുമതലയേറ്റെടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെയും അവിടുത്തെ അംഗങ്ങളെയും തടയും അക്രമം പ്രയോഗിക്കുകയും ചെയ്തിട്ടുമ്പോൾ പോലീസിനെ നോക്കി നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഒന്നോ രണ്ടോ പോലീസുകാർ, അത് കമ്മീഷൻ, ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ ഈ സംഭവത്തിന് ശേഷം നയനാർ തൊട്ട് പിന്നാലെ വന്നത് AK ആന്റണിയുടെ ഗവൺമെന്റ് പോയി, നയനാർ ഗവൺമെന്റാണ്. ഈ 95 ഗവൺമെന്റ് ഞാനൊക്കെ നിയമസഭാംഗങ്ങളാണ്. അന്ന് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പൊ അത് വലിയൊരു ലക്ഷ്യം പ്രചരണമായി മാറി. കാരണം ഈ ശ്രീനാരായണ ഗുരുവിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ആദരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ വികാരങ്ങൾ പൂർണ്ണമായി വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് അന്ന് LDF വലിയ പ്രചരണം നടത്തി. തെരഞ്ഞെടുപ്പിൽ AK ആന്റണി ജയിച്ചു, പക്ഷേ മുന്നണി പരാജയം. പിന്നെ വന്നത് 96 നയനാരുടെ മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭ ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു ഈ പോലീസ് ഇടപെടലിനെ കുറിച്ച് പഠിക്കാൻ. അവർ കൊടുത്ത റിപ്പോർട്ട് അവിടെയുണ്ട്. അത് നയനാരുടെ കാലത്ത് തന്നെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. പോലീസ് അതിനകത്ത് അതിക്രമം കാണിച്ചിട്ടില്ല. പോലീസിന്റെ ഈ ഇടപെടലിനെ ന്യായീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കൊടുത്തത്. ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലുള്ളപ്പോഴാണ് മുഖ്യമന്ത്രി പഴയ പ്രചരണം ആവർത്തിക്കുന്ന രൂപത്തിൽ തന്റെ ഗവൺമെന്റിൽ ഇപ്പോൾ തന്റെ കീഴിൽ നടക്കുന്ന ക്രൂരമായ പോലീസ് അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ കാലത്ത് ശിവഗിരിയിൽ ഇടപെട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നലെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു, ബലപ്രയോഗം ഉണ്ടായിട്ടില്ല, ഇടപെടൽ ന്യായീകരിക്കത്തക്കതാണ്. കാരണം ഇതെല്ലാം ഉണ്ടായിട്ടും ഇത്രയും വലിയ അക്രമം ആ പവിത്രമായ ശിവഗിരി മഹാസമാധിയുടെ മുമ്പിൽ നടത്തിയിട്ടും ഒരു തരി മണ്ണ് പോലും ശ്രീനാരായണ ഗുരുവിന്റെ സമാധി മന്ദിരത്തിലോ അദ്ദേഹത്തിന്റെ പ്രതിമയിലോ എടുത്തിടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവിടെ ലാത്തിച്ചാർജ് നടന്നു. കാരണം വളരെ അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ അവർ ലാത്തിച്ചാർജ് നടത്തി. 10-50 സ്വാമിമാർക്ക് പരിക്കേറ്റു, പോലീസുകാർക്ക് പരിക്കേറ്റു, ഈ വന്ന അക്രമികളായിട്ടുള്ള ആളുകൾക്ക് പരിക്കേറ്റു. ആരും മരിച്ചില്ല, ഒരു വെടിവെപ്പും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു പോലീസ് ഇടപെടൽ ന്യായീകരിക്കപ്പെട്ടതാണ്. ഇന്ന് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു മഹാസമാധിക്ക് ഒരു കേടും സംഭവിച്ചില്ല, മഹാസമാധിയിലോട്ട് ആരും കടന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തെ ഇപ്പൊ നടക്കുന്ന ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ എന്താണ് ഈ തൃശൂർ ജില്ലയിലെ മറ്റ് പലയിടത്തുമുള്ള പോലീസ് സ്റ്റേഷനുകൾ നടത്തുന്ന ഈ അതിക്രമങ്ങളെ, നിരപരാധികളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിനെ ന്യായീകരിക്കാൻ ഈ സംഭവം മുഖ്യമന്ത്രി എടുത്ത് ഉദ്ധരിച്ചത് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടിയാണ്.